ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ദിനംതോറും നമ്മൾ ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നടക്കുക എന്നുള്ളത്. ഇന്ന് അതുകൊണ്ട് തന്നെ ഒരു വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ചില ആത്മീക ചിന്തകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരുവാനായിട്ട് ഇടയായി തീരട്ടെ. 27-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ്. ആ വാക്യം പല പ്രാവശ്യവും വായിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷേ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ചില വളരെ ഗൗരവമായ ചില ആത്മീക സത്യങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാകാനായിട്ട് ഇടയായിത്തീരും. ആ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നു, യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ദാവീദിൻ്റെ ചില വാക്കുകളാണിത്. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നു. ഈ വാക്യത്തിൽ ദാവീദ് ഒരു ദൈവശബ്ദം കേൾക്കുകയാണ്. കേട്ട ശബ്ദം സീക്ക് മൈ ഫേസ്, എൻ്റെ മുഖത്തെ നീ അന്വേഷിക്കുക. ഇത് ദാവീദിനോട് പറഞ്ഞതാരാണ്? ഒരു പ്രവാചകനല്ല, ആരെങ്കിലുമല്ല, എവിടുന്നെങ്കിലും കേട്ടതല്ല. അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ ശബ്ദം കേട്ടത്. വ്യക്തമായി അവിടെ എഴുതിയിരിക്കുന്നു, എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. അപ്പൊ ദാവീദ് അത് കേട്ടത് തൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. എനിക്കൊന്ന് ഏറ്റവും അധികം സമയം ദാവീദിനോട് ദൈവാലോചനകൾ അറിയിച്ച നാഥാൻ പ്രവാചകനിലൂടെ പോലും അല്ല. അപ്പൊ തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തു നിന്നാണ് ആ ശബ്ദം കേട്ടത്. അപ്പോൾ ഒന്നാമതായി ദൈവശബ്ദം നമ്മുടെ ഹൃദയാന്തർഭാഗത്തു നിന്ന് കേൾക്കുക, അത് മനസ്സിലാക്കുക. 2, ആ ദൈവശബ്ദത്തോട് നാം പ്രതികരിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അവിടെ ദാവീദിന്റെ ഒരു പ്രതികരണം നമുക്ക് കാണാനായിട്ട് പറ്റും. യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. എങ്ങനെ ദൈവശബ്ദം കേൾക്കാം എന്ന് പറഞ്ഞ് ഒരു 3 ഭാഗമായിട്ടുള്ള ദൈവവചന സന്ദേശം നമ്മുടെ ഈ വീഡിയോകളുടെ ആരംഭ സമയങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ അത് അനുഗ്രഹമായി ഒത്തിരി പേര് ആത്മീകമായ കൂട്ടായ്മയിലേക്കൊക്കെ വന്നു. അവരിൽ പലരും ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ദൈവശബ്ദം കേൾക്കാനായിട്ട് പറ്റും, എങ്ങനെ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നാമത് നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവം ആത്മാവാണ്. ചില സമയങ്ങളിൽ സ്വപ്നങ്ങളിലൂടെയും കാതുകളിലുമൊക്കെ ദൈവശബ്ദം നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാനായിട്ട് പറ്റുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു അപ്പോസ്തലനായ പൗലോസിനെ പോലെയുള്ളവർ ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിരുന്നവരാണ്. കാരണം എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ കവിണ് വീണുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? അവിടുത്തെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കേണ്ടതിന്. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ, എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ ഒരു ഇന്നർമാൻ ഉണ്ട്, ആത്മീക മനുഷ്യനുണ്ട്, അകത്തെ മനുഷ്യനുണ്ട്. ഈ അകത്തെ മനുഷ്യൻ എങ്ങനെയാണ് ശക്തിപ്പെടുന്നത്? അവിടുത്തെ ആത്മാവ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണ് അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുന്നതും ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ആ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ഹൃദയം പറയുന്നു എന്നാണ് ദാവീദ് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് നമ്മളൊന്ന് നോക്കിക്കേ, ചുറ്റുപാടിലേക്കും ഒരുപാട് ആൾക്കാരുടെ കംപ്ലൈന്റുകളും അവരുടെ വിഷമങ്ങളും എന്താണ്? എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ ആത്മീകമായി കൈപിടിച്ച് ഉയർത്താൻ ആരുമില്ല, സാഹചര്യം എനിക്ക് മോശമാണ്, നല്ല കൂട്ടായ്മകൾ കിട്ടുന്നില്ല, കൂടെ പ്രാർത്ഥിക്കാൻ ആളില്ല, ഇടിച്ചു താക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ആരും നമ്മളെ വളർത്തി വലുതാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ആരെയും വളർത്തി വലുതാക്കത്തില്ല, ആർക്കും അതിനൊട്ട സമയവുമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ നോക്കി നമ്മൾ വേദനപ്പെട്ട് എനിക്ക് ആത്മീകമായി വളരാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ മുരടിച്ചു പോകുന്നല്ലോ, എനിക്ക് അവസരങ്ങളില്ലല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഏതെങ്കിലും ദൈവദാസന്മാർ, അതെ, ദൈവം അയക്കുന്നവർ ചെയ്യട്ടെ. അതെ, ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന് നമ്മളോട് ഒരു കാര്യം അറിയിക്കാനുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമ്മുടെ അരികിലേക്ക് ദൈവം അവരെ കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, തീർച്ചയായിട്ടും. അപ്പോൾ ദൈവം അത് ചെയ്യട്ടെ. പക്ഷേ അതിലെല്ലാം പരമപ്രധാനമായി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്വയം ദൈവശബ്ദം കേൾക്കുക. അതാണ് ഇന്ന് ഈ ഒരു സന്ദേശത്തിലൂടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് വെളിപ്പെടുത്തി തരട്ടെ. എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിക്കാനായിട്ടുള്ള ആഗ്രഹം തീരുന്നില്ല എന്ന് ഒരു മെസ്സേജ് ഞാൻ ഇട്ടിരുന്നു. നിങ്ങളിൽ എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയത്തില്ല. ആ മെസ്സേജിന്റെ അകത്ത് ഞാൻ പറഞ്ഞു, ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്കകത്ത് ദൈവം വളർത്താൻ ആഗ്രഹിക്കുന്ന ആരുടെയും ഉള്ളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹവും ദൈവവചന ധ്യാനത്തിനായിട്ടുള്ള ഒരു ദാഹവും ദൈവം നൽകും. അതിൻ്റെ ഒടുവിൽ നമ്മൾ ഒരു റിസൾട്ട് ഉണ്ട്. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെയും അവസാനം നമുക്ക് ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും അതുണ്ടാകും. ആ ഒരു റിസൾട്ട് എന്താണ്? ദൈവത്തിന് സ്തോത്രം. അതാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. 27-ാം സങ്കീർത്തനം മുഴുവനും നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ ദാവീദിന്റെ ജീവിതത്തിന്റെ അകത്തെ ഒറ്റപ്പെടലും അവഗണനകളും തിരസ്കരണവും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. 27-ന്റെ 10-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തോളൂ. അപ്പം അപ്പനും അമ്മയും ഒന്നും അംഗീകരിക്കാത്ത, വേദനപ്പെടുന്ന അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിന്റെ അകത്ത് ഈ ദൈവമനുഷ്യൻ പറയുകയാണ്. എന്താണെന്നറിയാമോ? 27-ന്റെ 4-ാമത്തെ വാക്യം, ആമേൻ, യഹോവയുടെ ആ ആലയത്തിൽ ആയുഷ്കാലം മുഴുവനും പാർക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അവിടുത്തെ മനോഹരത്വം കാണണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ അപേക്ഷ, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ശ്രദ്ധിച്ചോ, അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ തീവ്രമായ ആഗ്രഹം എന്ന് പറയുന്നത്, നിരന്തരമായ അഭിലാഷം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ വസിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആഗ്രഹത്തിന്റെ ഇടയിലാണ് ദൈവം പ്രവർത്തിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയാം, എങ്ങനെങ്കിലുമൊക്കെ നടന്നിട്ട് ദൈവശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കാനായിട്ട് പറ്റത്തില്ല. ദൈവസന്നിധിയിൽ നമുക്കൊരു ഒരുക്കം ആവശ്യമാണ്. നമ്മുടെ എന്താ പറയുന്നത്, ധാരാളം ലോക ചിന്തകൾ കൊണ്ടുമൊക്കെ മൂടപ്പെട്ട ഹൃദയത്തിന്റെ അകത്ത് നമുക്കൊരു ഹൃദയവിശുദ്ധി ആവശ്യമാണ്, നമുക്കൊരു സമർപ്പണം ആവശ്യമാണ്, നമുക്കൊരു ഒരുക്കം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയല്ലേ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ നമ്മളുടെ ഹൃദയം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യത മനസ്സിലായല്ലോ. 2, ദൈവവചനത്താൽ നമ്മളുടെ ഹൃദയത്തെ നിറയ്ക്കണം. ദൈവവചന ധ്യാനത്താൽ നമ്മുടെ ഹൃദയം ഉണ്ടാകണം. കാരണം വചനം ദൈവമാണ്, ദൈവത്തോളം ശക്തിയുള്ളതാണ്. അപ്പോൾ ആ ഒരു വചനത്താൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവശബ്ദം കേട്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ദാവീദ് പറഞ്ഞ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. തൻ്റെ ഹൃദയത്തിന്റെ അകത്തു നിന്നാണ് താൻ ദൈവശബ്ദം കേട്ടത്. എന്ത് ശബ്ദമാണ് കേട്ടത്? സീക്ക് മൈ ഫേസ്, എൻ്റെ മുഖം അന്വേഷിക്കുക എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു എന്ന് എൻ്റെ ഹൃദയം പറഞ്ഞു. അപ്പൊ ദാവീദ് ശരിക്കും ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടു. കേട്ട ശബ്ദം എന്തുവാ? എൻ്റെ മുഖത്തെ നീ അന്വേഷിക്കുക, എൻ്റെ മുഖത്തെ നീ അന്വേഷിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥമായ ദൈവകൃപയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ, ദൈവകൽപ്പനകൾ അനുസരിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്കകത്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ, നമ്മൾ വളരെ ശാന്തമായി ദൈവസന്നിധിയിൽ ഇരുന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ അകത്ത് ദൈവം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. 100% ഉറപ്പാണത്. ദൈവത്തിന് സ്തോത്രം. ഇനി കേൾക്കുന്ന ശബ്ദത്തോട് നമുക്കൊരു പ്രതികരണം ആവശ്യമാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, പ്രതികരണം ആവശ്യമാണോ? തീർച്ചയായിട്ടും പ്രതികരണം ആവശ്യമാണ്. 1, അവർ അവൈലബിലിറ്റി. 2, അവർ റെസ്പോൺസ് ടു ഗോഡ്, അവർ കമ്മിറ്റ്മെന്റ് ടു ഗോഡ്. ഈ 2 കാര്യങ്ങളാണ്. അവൈലബിലിറ്റി ആവശ്യമാണോ? തീർച്ചയായിട്ടും അവൈലബിലിറ്റി ആവശ്യമാണ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട പൗലോസ്, നമുക്കറിയാം, ആ കുതിരപ്പുറത്തു നിന്ന് അദ്ദേഹം താഴെ വീണു, കണ്ണ് കാണാതെ 3 ദിവസം ഒരു സ്ഥലത്തിരുന്നു. ആ സ്ഥലത്തിരുന്നപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? ദൈവം എന്നോട് സംസാരിച്ചു, കർത്താവ് എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ചായയും കാപ്പിയൊന്നും കുടിച്ച് ചുമ്മാ ഇരിക്കുകയല്ലായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, അദ്ദേഹം തിന്നാതെയും കുടിക്കാതെയും 3 ദിവസം ആ വീട്ടിൽ താമസിച്ചു. ഇനിയും അനന്യാസ് എന്ന് പറയുന്ന പ്രവാചകൻ അവിടെ ചെല്ലുമ്പോൾ എഴുതിയിരിക്കുന്നത്, അവൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു പദമാണ്. അവൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ 3 ദിവസം തിന്നാതെയും കുടിക്കാതെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി തന്നെ ഒരുക്കിക്കൊണ്ടിരുന്നു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ദൈവസന്നിധിയിലെ നമ്മുടെ അവൈലബിലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അപ്പൊ ചിലർ ചോദിക്കും, ഞാൻ ഇതൊന്നും ഇല്ലാതിരുന്ന എൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവം എന്നോട് സംസാരിച്ചല്ലോ എന്നുള്ളത്. സത്യമാണ്, ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ അവിടുന്ന് നമ്മളോട് സംസാരിക്കും. പക്ഷെ കൂട്ടായ്മ ബന്ധം ഹൃദ്യവും ഊഷ്മളവുമായി തീരണമെങ്കിൽ നമ്മളുടെ ഒരുക്കം ആവശ്യമാണ്. കാരണം ദൈവം വിശുദ്ധനായതുകൊണ്ട്, ദൈവം അതേ അശുദ്ധിയിൽ വസിക്കാത്ത ദൈവമായതുകൊണ്ട് ഹൃദയാന്തർഭാഗത്തെ ഒരുക്കം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒന്ന്, ആ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. രണ്ട്, പ്രതികരണമാണ്. നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ കാണുമ്പോൾ ദൈവശബ്ദം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തീരുകയല്ല. അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ? യഹോവേ, ഞാൻ നിന്റെ മുഖത്തെ അന്വേഷിക്കുന്നു. കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പിൽ പ്രതികരിക്കാനായിട്ട് തുടങ്ങി. ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം എല്ലാ കാലത്തും ദൈവം തൻ്റെ ഭക്തന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 2-3 ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ശമൂവേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ ബാല്യകാലം. അദ്ദേഹം യഹോവയുടെ ആലയത്തിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോൾ ശമൂവേലേ 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 എന്നുള്ള ആ ശബ്ദം അദ്ദേഹം കേട്ടു. എപ്പോൾ ശമൂവേൽ യഹോവയെ അടിയനിതാ, അടിയനോട് അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ, പ്രതികരണമാണ് ആവശ്യമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം. എനിക്കറിയാം, ഈ ദൈവശബ്ദം കേട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് വിളി ഉണ്ടായിട്ട് ദൈവകൽപ്പനയെ അനുസരിക്കാൻ ദൈവം സ്വപ്നത്തിലൂടെ പറഞ്ഞിട്ട് അത് ഇത് ചെയ്തിട്ട് ദൈവം ഇടപെട്ടിട്ട് അതിനോട് പ്രതികരിക്കാതെ അതിനെ അവഗണിച്ച് വല്ലാത്ത പ്രശ്നത്തിലായി പോയിട്ടുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. ഞാനൊരു കാര്യം പറയാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളോട് എന്തെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് പ്രതികരിക്കുക. അതെ, അടിയനിത, ഹിയർ ഐ ആം ഓ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട്, ആരെ ഞാൻ അയക്കും, ആരെനിക്ക് വേണ്ടി പോകും എന്നുള്ളൊരു ശബ്ദം കേട്ടപ്പോൾ പ്രവാചകൻ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞതുപോലെ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ ദൈവസന്നിധിയിൽ? കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തിനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമർപ്പണം നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാൽ പല സമയങ്ങളിലും പലരിലും ഇത്തരത്തിലുള്ള ഒരു സമർപ്പണം നടക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്ന്, ദൈവശബ്ദം കേൾക്കുക, അതിനെ തിരിച്ചറിയുക. രണ്ട്, കേട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ പ്രതികരിക്കുക. പ്രവാചകന്മാരൊക്കെ വരട്ടെ, ദൈവദാസന്മാർ വരട്ടെ, അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് വ്യക്തിപരമായിട്ട് നമുക്ക് ആ ദൈവശബ്ദം ഒന്ന് കേൾക്കാം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നാമാണ് ദൈവത്തിൻ്റെ ആലയം, ഇല്ലേ? ഞാൻ പറഞ്ഞു, ആത്മാവ് അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36:26 ഞാൻ കല്ലായവരുടെ ഹൃദയത്തെ നീക്കി മാംസളമായ ഒരു ഹൃദയം അവരുടെ ഉള്ളിലാക്കും, ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും, എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പുതിയ നിയമത്തിലെ ആലയം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ നമ്മൾ ഓരോരുത്തരും ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായി നമ്മുടെ ജീവിതം നയിക്കുകയും പരിശുദ്ധാത്മാവിനെ നമ്മിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ആത്മീകരായിട്ട് ജീവിക്കാം, നമുക്ക് ജഡികരായിട്ട് ജീവിക്കാം. ചിലർ പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വന്നു, ക്രിസ്തു നമ്മളെ വിശുദ്ധീകരിച്ചു, നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സത്യമാണ്, വിശുദ്ധി എന്ന് പറയുന്ന ഒരു പദവിയിൽ ദൈവം നമ്മളെ ആക്കി. പക്ഷെ കൊരിന്ഥി ലേഖനത്തിൽ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ആത്മീകരോടെന്നതുപോലെയല്ല, ജഡീകരോടെന്നതുപോലെയാണ് സംസാരിക്കാനായിട്ട് പറ്റുന്നത്, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്നതുപോലെയാണ്. അപ്പൊ നോക്കിക്കേ, ആത്മീയരായി വിളിക്കപ്പെട്ടവർ പോലും, പക്ഷെ ഈ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നത് ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെന്നാണ് പറയുന്നത്. അപ്പൊ വിശുദ്ധി എന്ന് പറയുന്ന പദവി ദൈവം നമുക്ക് തരുമ്പോഴും ഇറ്റ്സ് അവർ ചോയ്സ്. നമുക്ക് വേണേ വിശുദ്ധരായി ജീവിക്കാം, അശുദ്ധരായി ജീവിക്കാം. പക്ഷെ എന്ത് നിങ്ങൾ തിരഞ്ഞെടുക്കും? ഈ ഒരു സന്ദേശം കേൾക്കുമ്പോൾ ലോകത്തിന്റെ ഏത് കോണുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഒന്ന്, ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, ദൈവശബ്ദം കേൾക്കുക, പ്രതികരിക്കുക ദൈവത്തോട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ദീർഘമായ ഒരു പ്രാർത്ഥനയുടെ തീഷ്ണതയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിനൊരു മറുപടി ഉണ്ടെന്നേ, ഉറപ്പാണ്. ഹന്ന എന്ന് പറയുന്ന ഒരു പ്രവാചകി 84 വർഷം വിധവയായിരുന്നവൾ ആലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരുന്നു. എന്താ ഹന്നയ്ക്ക് കിട്ടിയത്? ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനെ കാണാനുള്ള ഭാഗ്യം കിട്ടി. പ്രാർത്ഥനകൾക്കൊന്നും മറുപടി കിട്ടാതെ പോകത്തില്ല. ദൈവം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം ചെയ്യും. അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശബ്ദം കേൾക്കുവാനും അത് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. അതിനോട് പ്രതികരിപ്പാൻ
ഞങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.